ഹായ്, ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഒരു സ്പോർട്സ് ഡേ സെലിബ്രേഷൻ കണ്ടാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു ഗോഡ്സ് ആൻഡ് ഫാമിലി. അപ്പോൾ ആദ്യം തന്നെ പ്രോഗ്രാം ഇനാഗുറേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സർ ദിനേശ് സർ, ഹെഡ് മിസ്റ്റർ ലെസി മാഡം, മറ്റ് അധ്യാപകരെയും കുട്ടികൾ വെൽക്കം ചെയ്യുകയാണ്. ഇതൊരു ഇന്റർ ഹൗസ് സ്പോർട്സ് ഡേ ആണ്. കാരണം 4 ഹൗസസ് തമ്മിലുള്ള ഒരു മത്സരമാണിത്. റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, ഓറഞ്ച് ഹൗസ് ആൻഡ് ഗ്രീൻ ഹൗസ്. മാർച്ച് പാസ്റ്റോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് ഗ്രൂപ്പാണെന്ന് അറിയട്ടെ? ഞാൻ ഓറഞ്ച് ഗ്രൂപ്പാണേ. ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സ് ഡേയെ കുറിച്ച് എൻ്റെ ഓർമ്മയിൽ സ്കൂളിലെയോ കോളേജുകളിലെയോ ഒരു ഓർമ്മയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കന്ന് ഹോളിഡേ ആയിരിക്കും, അന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനൊരു ടീച്ചറായിരിക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം കുട്ടികളുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. Which govern them and with the decide to participate in the true spirit of sportsmanship. അപ്പോൾ സ്പോർട്സ് ഡേയുടെ പ്ലഡ്ജും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കുട്ടികളുടെ ഒരു തകർപ്പൻ ഡ്രിൽ ഡാൻസ് ആണ്. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് വെർഷൻ എനിക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ക്ഷമിക്കുക. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് ഹൈസ്കൂൾ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കുരുന്നുമണികളുടെ ബലൂൺ ഡാൻസ് ആണ്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളുടെ ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും സ്പോർട്സ് വളരെ അത്യാവശ്യമാണ്. സ്പോർട്സ് ഈസ് എ ബെസ്റ്റ് മെഡിസിൻ ഫോർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ഇന്ന് ലോകത്തിലെ പല പഠനങ്ങളും തെളിയിക്കുന്നത് ദിവസവും 1 മണിക്കൂറെങ്കിലും സ്പോർട്സിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പഠിത്തത്തിൽ മറ്റു കുട്ടികളെക്കാൾ മുൻപിലെത്താൻ സാധിക്കും എന്നൊക്കെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ മാത്രം കുത്തകയായിരുന്നു. ഇൻ കേസ് ഞാൻ പഠിച്ചപ്പോൾ തന്നെ ഞങ്ങളൊന്നും അങ്ങനെ സ്പോർട്സിനൊന്നും പങ്കെടുക്കാറില്ല. ഞങ്ങളൊക്കെ മൊത്തം ആർട്സിൻ്റെ ടീമായിരുന്നു. അതായത് ആർട്സിൻ്റെ സമയത്താണ് ഞങ്ങൾ തലേന്നോ എപ്പോഴും എത്ര ദിവസം മുമ്പേ പ്രാക്ടീസും അത്രമാത്രം ആത്മാർത്ഥത ആർട്സിൽ കാണിക്കും. പക്ഷേ സ്പോർട്സിൻ്റെ കാര്യത്തിൽ വരുമ്പം അന്ന് പോവുകയില്ല സ്കൂളിൽ. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്ന് കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് ആൺകുട്ടികളെ പോലെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പെൺകുട്ടികളുമുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ വേർതിരിവില്ല. ഇന്ന് ആൺകുട്ടികൾ പങ്കെടുക്കുന്ന അതുപോലെ തന്നെ എല്ലാ ഐറ്റത്തിലും പെൺകുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. അത് നല്ലൊരു മാറ്റം തന്നെയാണല്ലേ. ദേ അടുത്തത് നമ്മൾ ലാമ്പ് തെളിയിക്കാൻ പോവുകയാണ്. വിളക്ക് തെളിയിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ മുൻവർഷത്തെ സ്പോർട്സ് ഡേ ചാമ്പ്യന്മാരാണ്. അപ്പോൾ ദേ അവർ വിളക്ക് തെളിയിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മത്സരങ്ങളുടെ ആരംഭമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം.
ഓറഞ്ച് ഗ്രൂപ്പിന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്ന തരുണിമണികളെ കാണണ്ടേ? അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടും എൻകറേജ്മെൻറ്റും എല്ലാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒത്തിരി പ്രോഗ്രാമുകളെല്ലാം ഉണ്ടായിരുന്നു, സ്പോർട്സ് ഇനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.